ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കാത്തിരിപ്പിന്റെ അവസാനം കുറിച്ചുകൊണ്ട് നമ്മുടെ വിലായത്ത് ബുദ്ധ ഇന്ന് റിലീസായിരിക്കും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആണ് ഇങ്ങനൊരു പടം മലയാളക്കരയില് എന്താ പറയാ റിലീസായിട്ടുള്ളത്. ആടുജീവിതം അതുപോലെ തന്നെ എമ്പുരാനൊക്കെ നമ്മൾ പൃഥ്വിരാജിന്റെ ഇപ്പൊ അടുത്തിറങ്ങിയ സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച ഒരു സിനിമയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഈ സിനിമ. എന്താ പറയാ, സിനിമയെ പറ്റിയിട്ട് മൊത്തത്തിൽ പറയാൻ ടോട്ടലായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ആവറേജ് പടം, ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ഒരു ഏറ്റക്കുറച്ചിൽ എന്നൊക്കെ പറയില്ലേ, അന്ന പോലെ ഒരു ഹലാക്കിന്റെ ഔലുസുകഞ്ഞാക്കി മാറ്റി ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് ഒന്നും പ്രത്യേകമായിട്ട് എടുത്തൊന്നും പറയുന്നില്ല. കാരണം കണ്ടിരിക്കാന്ന് മാത്രം, ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പോവാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഈ പൃഥ്വിരാജിന്റെ അഭിനയത്തിനേക്കാളും മികവായിട്ട് നിൽക്കുന്നത് ഷെമി തിലകന്റെ ഒരു പെർഫോമൻസ് ആണ്. ഒരു എന്താ പറയാ, ഒരു വെറൈറ്റി ഫീൽ ആക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഷെമി തിലകന്റെ പെർഫോമൻസ് വന്നിട്ടുള്ളത്. പൃഥ്വിരാജിന്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും അറിയുന്നതാണ്. ആടുജീവിതം അതുപോലെ തന്നെ എമ്പുരാനൊക്കെ ഇപ്പൊ അടുത്തിറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്താ പറയാ, പൃഥ്വിരാജിന്റെ ആ ഒരു പെർഫോമൻസ് അത്ര പോരാ. പടം മൊത്തത്തില് ടോട്ടലി ആവറേജ് പടമുള്ളൂ. പിന്നെ പലരും പുഷ്പ എന്ന സിനിമനെ പറ്റിയിട്ട് പൃഥ്വിരാജിന്റെ ഈ വിലായത്തെ ബുദ്ധി പുഷ്പയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അതില് യാതൊരുവിധ കാര്യമില്ല. കാരണം പൃഥ്വിരാജിന്റെ ഈ വിലായത്ത് ബുദ്ധയും പുഷ്പയും വേറെ വേറെ ലെവലാണ്. അതാണ് എന്റെ വാസ്തവം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് പൃഥ്വിരാജ് സബ്ജക്റ്റ് ഒക്കെ സെലക്ട് ചെയ്തൊക്കെ അടിപൊളിയാണ്. പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു പിഴവ് സംഭവിച്ചു എന്നൊക്കെ പറയേണ്ടി വരും. ആകെ എന്താ പറയാ, ചളി എന്ന് പറയാൻ പറ്റില്ല. കാരണം ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തരം താഴ്ന്ന പോലെ ചളി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ആവറേജ് പടം 3 മണിക്കൂർ കൊണ്ട് എന്തൊക്കെയോ നായകനെ പറ്റി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. സംഭവം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ നോവലും ഈ സിനിമയും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ആയത്. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോ പല രൂപത്തിലും പല രീതിയിലൊക്കെ പ്രേക്ഷകർ പ്രതികരണം വന്നു തുടങ്ങിയിട്ടുണ്ട്. വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഫീൽ ആയത് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് കാര്യമായിട്ട് ഒന്നുമില്ല സിനിമയിൽ, അങ്ങനെ പറയേണ്ടി വരും. ഷെമി തിലകന്റെ അഭിനയം അടിപൊളി. പ്രത്യേകം ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഷെമി തിലകന്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര പെർഫോമൻസ് ആണ്. ആ കഥാപാത്രത്തിനെ ഉൾക്കൊണ്ടിട്ട് തന്നെ ഷെമി തിലകൻ നന്നായിട്ട് അഭിനയിച്ചിട്ട് അടിപൊളിയായിട്ട് ഷെമി തിലകൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വാസ്തവമായ കാര്യമാണ്, സത്യമായ കാര്യമാണ്. പക്ഷെ പടം മൊത്തത്തിൽ എന്തായി, ഒരു ടോട്ടലി ഒരു ആവറേജ് പടത്തിലേക്ക് തരം താഴ്ന്നു പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതില് പൃഥ്വിരാജ് ഫാൻസുകാരെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. ഇതിന്റെ മുന്നേ വിലായത്ത് ബുദ്ധയുടെ ടൈറ്റിലിന്റെ അതല്ല ടീസറിന്റെയും അതുപോലെ തന്നെ ട്രെയിലറിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ മോശമായിട്ട് യാതൊരുവിധ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, മോശമായിട്ട് ഒന്നും പറഞ്ഞില്ല. കാരണം അതൊക്കെ അടിപൊളിയായിട്ട് വന്ന കാരണം കൊണ്ട് തന്നെയാണ് അത് അടിപൊളിയാണെന്നുള്ളത് പറയാൻ വന്നത്. കാരണം ഇനി കളി മാറും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ വിലായത്ത് ബുദ്ധ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സുഹൃത്തും കൂടി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ ആളെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പോ ആളെ കൂടി അഭിനയിച്ച കാരണം നമുക്ക് പ്രത്യേകമാണ് ഈ പടത്തിന്റെ റിവ്യൂ ചെയ്യാൻ പറ്റുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ എന്ത് പറയാം, എന്ത് പറഞ്ഞ വെച്ചാല് ഇത് പോരാ, സിനിമ പോരാ, ആവറേജ് ആയി മാറിയ കാരണം കൊണ്ട് മാത്രമാണ്. പക്ഷെ പൃഥ്വിരാജിന്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്നത് മലയാളക്കരയിലെ ഒരു യുവ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഒരാളാണ് പൃഥ്വിരാജ്. നല്ല അടിപൊളി പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അഭിനയം കാഴ്ചവെക്കുന്ന ആളാണ് പൃഥ്വിരാജ്. സിനിമ മറ്റേ എമ്പുരാന് അതുപോലെ തന്നെ ലൂസിഫർ ഒക്കെ ഡയറക്റ്റ് ചെയ്ത് ആടുജീവിതത്തിൽ അത്രയും മാരക പെർഫോമൻസ് കാഴ്ചവെച്ച വ്യക്തിയാണ് പൃഥ്വിരാജ്. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എന്താ പറയാ ഏച്ചൂട്ടിയെ മയച്ചിക്കുന്നൊക്കെ പറയില്ലേ, ഒരു ഹലാക്കിന്റെ ഔലുസും കഞ്ഞാക്കി മാറ്റി സിനിമ. അത് അത്രയും മോശമാക്കേണ്ടിയിരുന്നില്ല. ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കുകയാണെന്ന് വെച്ചെങ്കിൽ ജനങ്ങൾക്ക്, ജനങ്ങളുടെ ഈ ഒരു എന്റർടൈൻമെന്റ് ഒന്നുകൂടി അടിപൊളിയായി മാറിയിരുന്നു. ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. സിനിമ വെറുതെ സിനിമനെ പറ്റിയിട്ട് ഡിഗ്രേഡ് അടിക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. കോടികൾ മുടക്കിയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പൊ പൃഥ്വിരാജ് ഡബിൾ കളിച്ചത് എന്തായി? അത് ഡബിളും അല്ല, ത്രിബിളും അല്ല, സിംഗിളും അല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയി. കാരണം അത്രയും എന്താ പറയാ, ഒരു ഇതല്ല ജനങ്ങൾ പ്രതീക്ഷിച്ചത്. ജനങ്ങൾ ഇതിലും അടിപൊളിയായിട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് ഇങ്ങനെ ആയി പോയത് എന്തുകൊണ്ടാണ്? തിരക്കഥയുടെ ഒരു പ്രശ്നമാണോ ഡയറക്ടർ പ്രശ്നമാണോന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു ജനങ്ങൾക്ക് ദഹിക്കുന്നില്ല എന്നൊക്കെ പറയില്ല, അന്ന പോലത്തെ ഒരു ലെവലിലേക്ക് ആയി മാറി. അങ്ങനെ ഒരു ലെവലിലേക്ക് ആയി മാറി. പൃഥ്വിരാജ് ഒന്നുകൂടി എന്ത് ചെയ്യണ്ടായിരുന്നു, ഒന്നുകൂടി ഉഷാറാക്കേണ്ടിയിരുന്നു. സിനിമ ടോട്ടലി കണ്ടിരിക്കാം, അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. കണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ നമ്മൾ ഇന്ന് കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരാ എന്ന് മാത്രമേ ഇതിനെ പറ്റി പറയാനുള്ളൂ. കാരണം പ്രത്യേകമായിട്ട് ഒന്നും എടുത്തു പറയാനില്ല. എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് വെച്ചെങ്കിൽ ഷമീർ തിലകന്റെ ഒരു അഭിനയം മാത്രമാണ്. അത് മാത്രം ആണ് ഇതിൽ എടുത്ത് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും സിനിമ പോയി കണ്ടോളി, കാണുന്നോട് കുഴപ്പമൊന്നുമില്ല. സിനിമ ഒക്കെ എന്താണ്, ഒരു ആവറേജ് പടമാണ്, കണ്ടിരുന്ന് പോരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ സിനിമ കണ്ടോളി. ഇതിപ്പോ നമ്മള് മോശം അഭിപ്രായം മാറ്റി നമ്മളെ ഏറി കയറ്റം നോക്കണ്ട. ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. അപ്പോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.